ഇനിയുള്ള 2 വർഷം മെഡിക്കൽ ഹെൽത്ത് കെയർ പ്രൊഫഷനിലുള്ളവർക്ക് സുവർണകാലമാണ്. സാലറി ഹൈക്കും ഒരുപാട് പുതിയ തൊഴിലവസരങ്ങളും വരുന്നുണ്ട്. യുഎയിൽ ഇനി പുതിയ ഒരുപാട് ഹെൽത്ത് കെയർ പ്രോജക്ട്സ് വരുന്നതിൻ്റെ ഭാഗമായിട്ടും മാത്രമല്ല എക്സിസ്റ്റിംഗ് ഫെസിലിറ്റീസും സർവീസൊക്കെ എക്സ്പാൻഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പുതിയ അനൗൺസ്മെൻറ്റ് വന്നിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ വരാൻ പോകുന്ന തൊഴിലവസരം ഏത് മേഖലയാണെന്ന് പറയട്ടെ. അത് മെൻ്റൽ ഹെൽത്ത്, അതായത് മാനസികാരോഗ്യ മേഖലയിലാണ്. നിങ്ങൾക്ക് ഫാമിലി കൗൺസിലിങ്ങോ കപ്പിൾ കൗൺസിലിംഗ്, കുട്ടികളുടെയും കൗമാരക്കാരുടെയും കൗൺസിലിംഗ് ചെയ്യാൻ പറ്റും. ഇല്ല, ഒബീസിറ്റി കൗൺസിലിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്നവരാണ്. നിങ്ങളൊരു സൈക്കോളജിസ്റ്റോ മെൻ്റൽ ഹെൽത്ത് കെയർ സ്പെഷ്യലിസ്റ്റോ അല്ലെങ്കിൽ കൗൺസിലറോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഹൈ ഓൺ ഡിമാൻഡാണ്. മറ്റ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനും ഇതേപോലെ ഡിമാൻഡുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നഴ്സിംഗ് മേഖലയാണ്. ഇനി നഴ്സസിനുള്ള സാലറിയും ഏകദേശം ഇരട്ടിയായി കൂട്ടാൻ പോവുകയാണ്. ഒരുപാട് ജോബ് പൊസിഷൻസും നോട്ടിഫൈ ചെയ്യുന്നുണ്ട്. മെഡിക്കൽ ടൂറിസം വളരുന്നതിൻ്റെ ഭാഗമായിട്ടും മാത്രമല്ല 2025 മുതൽ റെസിഡൻസിന് മാൻഡേറ്ററി ആയിരിക്കും മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഈ 2 മാറ്റങ്ങളും കൂടെ വരുന്നതും ഈ ഒരു അനൗൺസ്മെൻറ്റിൻ്റെ പാർട്ടാണ്.